ഹായ് പ്രിയ പ്രേക്ഷകരെ, ഞാൻ ഒരു ഇംഗ്ലീഷ് സിനിമ കാലങ്ങൾക്ക് ശേഷം കണ്ടിരിക്കുകയാണ്. മൈക്കിൾ മൈക്കിൾ ജാക്സൺ 5. മൈക്കിൾ ജാക്സനെ കുറിച്ച് ഞാൻ നിങ്ങളടുത്ത് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. മൈക്കിൾ ജാക്സൺ എന്റെ നല്ല പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 15 to 25 വയസ്സ് വരെ ഉള്ള സമയത്ത് യൂത്തിന്റെയും വയസ്സായവരുടെയും പിന്നെ മിഡിൽ ഏജ് ഉള്ളവരുടെയും ഇതിലുപരി മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രഭാവവും പെർഫോമൻസും സ്കില്ലും കൊണ്ട് ഒരു രീതിയിലും ഒരു വിധത്തിലും ഗ്ലാമറിന് എങ്ങും പ്രാധാന്യമില്ലാതെ ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക, കാനഡ അങ്ങനെ പറയുന്ന എല്ലാ രാജ്യങ്ങളും കീഴടക്കിയ, അതായത് സംഗീതം കൊണ്ട് കീഴടക്കിയ ആളാണ്. ഈ പ്രേക്ഷകര് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സംഗീതം എന്ന് പറയുന്നത് എവിടെ പോയി നിൽക്കണമെന്ന്. നമ്മള് ഇപ്പോഴും സംഗീതം ഒരു മതത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കർണാട്ടിക് സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, ഇതൊക്കെ ഒരു മതത്തില് സൂഫി സംഗീതം, ഇങ്ങനെ പലതും മതത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഇക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്, ഇപ്പോഴും ഫോർവേഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷെ പ്രിയ പ്രേക്ഷകരെ, ഞാൻ നിങ്ങളടുത്ത് പറയുന്നു, സംഗീതം ഒരു മതത്തിൻ്റെതുമല്ല, അത് പ്രകൃതിയുടെയാണ്. പ്രകൃതിയിൽ നിന്ന് വരുന്ന ശബ്ദ സൗന്ദര്യങ്ങളിൽ നിന്നുണ്ടാവണേണ്. ഇനി മൈക്കിൾ ജാക്സന്റെ ജീവിതത്തിലേക്ക് വരാം. മൈക്കിൾ ജാക്സന്റെ ജീവിതം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ രൂപാന്തരപ്പെട്ടു, എങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം ഇത്രയും ലെവൽ ഓഫ് റേഞ്ചിൽ മാറി. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു മ്യൂസീഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് ചിന്തിക്കണം. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു മ്യൂസീഷ്യനായിരുന്നു. അദ്ദേഹം ജീവിതത്തില് പലതും മ്യൂസിക് വഴി നേടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അടാർ പരാജയമായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം പല രീതിയിൽ ട്രൈ ചെയ്തിട്ടും അദ്ദേഹത്തിന് ഒരിക്കലും തന്നെ തന്റെ ആ കഴിവ് ഓഡിയൻസിന് മുൻപിൽ പ്രദർശിപ്പിച്ച് അതൊരു ഇൻകമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാകാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ്. കാരണം അന്നത്തെ കാലഘട്ടത്തില് അടിമ സമ്പ്രദായം നിലനിന്നിരുന്നു. ലോകം മുഴുവനും ഉണ്ടായിരുന്നു, ഭാരതത്തിലും ഉണ്ടായിരുന്നു. ഭാരതത്തിലെ അടിമ സമ്പ്രദായം വേറെ വിധത്തിലായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ലോകം മുഴുവനും അടിമ സമ്പ്രദായം നിലനിന്നിരുന്നു. ഈ അടിമ സമ്പ്രദായം നിലനിന്നിരുന്നുകൊണ്ടും അതിൽ തന്നെ വർണ്ണവിവേചനം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന കാലമാണ്. നിങ്ങൾ ആലോചിച്ചു, വർണ്ണവിവേചനം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മൈക്കിൾ ജാക്സന്റെ അച്ഛന്റെ കാലഘട്ടം. ആ കാലഘട്ടത്തില് ഒരു എഫിഷ്യന്റ് ആയ, പൊതുവെ ഒരു കറുത്ത വർഗക്കാരനായ, ഇപ്പോഴും ഞാന് വർണ്ണവിവേചനം പറയുന്നില്ല, അന്നത്തെ സാഹചര്യം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. വർണ്ണവിവേചനം എന്ന് പറയുന്ന സാധനം ഒരു കാര്യമില്ല. അത് പ്രകൃതിയാൽ രൂപാന്തരപ്പെട്ട് വരുന്ന, നമ്മുടെ ശരീരത്തിൽ വരുന്ന കോശങ്ങളുടെ ഘടനയ്ക്കും അത് അബ്സോർവ് ചെയ്യുന്ന രീതിക്കും അനുസരിച്ചാണ് നമുക്ക് കളർ കിട്ടുന്നത്. ഇപ്പൊ കളറിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, കളർ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അപ്പൊ അത് അത്രേ ഉള്ളൂ, അതിനപ്പുറം ഒന്നും അതിനകത്ത് വേറെ കാര്യമില്ല. അത് ബാക്കി അവരൊരു ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തില് ഈ ഒരു കാലഘട്ടത്തില് ഈ കറുത്തവർഗക്കാരനായ ഈ മനുഷ്യനെ കഴിവുണ്ടെങ്കിൽ പോലും പലയിടത്തു നിന്നും നീക്കി വച്ചിട്ടുള്ളതായിരിക്കണം. അദ്ദേഹത്തിന്റെ പെർഫോമൻസുകളൊക്കെ കൊള്ളാമെങ്കിൽ പോലും അവോയ്ഡ് ചെയ്യുക ആ കാലഘട്ടത്തില് ഭയങ്കരമാണ്. ഇപ്പോഴും മോശം എന്ന് പറയാല്ല, പക്ഷെ ഇപ്പൊ നമ്മള് സയൻസ് പരമായിട്ടൊക്കെ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം 30-35% ജനങ്ങളിൽ വേൾഡ് വൈഡ് നല്ല മാറ്റമുണ്ട്, അൺബിലീവബിൾ മാറ്റം. ഇന്ത്യയിലും ഉണ്ട്, ഭാരതത്തിലും ഉണ്ട്. ഇനി അങ്ങനെ തന്നെ പോട്ടെ, നമുക്ക് തിരിച്ചു പോകാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അവോയ്ഡ്നെസ്, നമ്മൾ അവോയ്ഡ് ചെയ്യുക, അദ്ദേഹത്തിന് അവസരം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ചെയ്താൽ തന്നെയും ക്യാഷ് കിട്ടാതിരിക്കുക, അങ്ങനെ എല്ലാത്തിൽ നിന്നും ക്ലിക്കായി പോവാതെ ജീവിതം സ്ട്രഗിൾ ചെയ്ത മനുഷ്യനാണ് മൈക്കിൾ ജാക്സന്റെ അച്ഛൻ. അപ്പൊ ഈ സ്ട്രഗിളിൽ നിന്ന് അദ്ദേഹത്തിന് 9 മക്കളാണ്. എന്റെ അറിവില് 9 മക്കളാണ്. കൃത്യമാണോന്ന് അറിയില്ല, എന്റെ അറിവിൽ 9 മക്കളാണ്. 9 മക്കളില് 5ാമനായിട്ടാണ് മൈക്കിൾ ജാക്സൺ ജനിക്കുന്നത്.
അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, അതിനുള്ള കഴിവുള്ള തന്റെ മക്കളുടെ മിടുക്കരെ എല്ലാരെയും ഒത്തുകൂട്ടി ഒരു ബാൻഡ് ഗ്രൂപ്പ് രൂപീകരിക്കുകയാണ്. തനിക്ക് കഴിയാതെ പോയത് തന്റെ മക്കളിൽ കൂടി, അവർക്ക് കഴിവുള്ളതുകൊണ്ടാണ്. ഇപ്പൊ കഴിവില്ലാത്ത ഒരാളെ പിടിച്ചിട്ട് ബാൻഡ് ഒരു മ്യൂസിക് ട്രൂപ്പ് രൂപീകരിക്കാൻ പറ്റുമോ? അപ്പൊ അത് അയാൾ തിരിച്ചറിയാണ് തന്റെ മക്കൾക്ക് ആ കഴിവുണ്ട്. ആ കഴിവിൽ കൂടി അദ്ദേഹം ആ കഴിവ് തിരിച്ചറിഞ്ഞ് അദ്ദേഹം തന്റെ മക്കളെ ഉപയോഗിച്ച് ഒരു ബാൻഡ് ട്രൂപ്പ് രൂപീകരിക്കുകയാണ്. ആ ബാൻഡ് ട്രൂപ്പ് രൂപീകരിക്കും, മ്യൂസിക് ട്രൂപ്പ് രൂപീകരിക്കുമ്പോൾ അതിൽ ഏറ്റവും മിടുക്കനായത് മൈക്കിൾ ജാക്സൺ ആണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. ഇതിനകത്ത് വലിയൊരു ഡ്രോബാക്ക് ഉണ്ട്. ഈ ഏറ്റവും മിടുക്കനായ വ്യക്തി മൈക്കിൾ ജാക്സൺ ആണെന്ന് തിരിച്ചറിയുമ്പോൾ അദ്ദേഹം തന്റെ കാർക്കശ്യം കൂട്ടുകയാണ് ചെയ്യുന്നത്. ആരുടെ പുറത്ത്? തന്റെ മറ്റ് കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കിയിട്ട് മൈക്കിൾ ജാക്സന്റെ പുറത്ത് അദ്ദേഹം തന്റെ കാർക്കശ്യവും ശൗര്യവും കൂട്ടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം മറ്റു മക്കൾക്ക് കൊടുക്കുന്ന ശിക്ഷയെക്കാളും 10-15 മടങ്ങ് മൈക്കിൾ ജാക്സന് കൊടുത്തിരുന്നു. കാരണം അദ്ദേഹം അത്രയും സ്കില്ല് ആ കുട്ടിയിൽ കണ്ടു. അതൊരു പോസിറ്റീവാണ്. എന്നാൽ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് മൈക്കിൾ ജാക്സന് കർക്കശ്യമായ രീതിയിലുള്ള ശിക്ഷണങ്ങൾ കാരണം ഒരുപാട് തന്നെ ആ കുട്ടിക്ക് വേദന അനുഭവിക്കേണ്ടി വന്നു. രണ്ടു വിധത്തിൽ, ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്തത് ശരിയായിരിക്കാം, പക്ഷെ ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് മൈക്കിൾ ജാക്സന് കേൾക്കേണ്ടി വന്ന ആ വലിയ പീഡനം, ആ വലിയ പീഡനം തന്നെയാണ്. കഠിനമായ അടി, ബെൽറ്റൂരി അല്ലാതെയൊക്കെയുള്ള നല്ല ശിക്ഷണം. പക്ഷെ അദ്ദേഹം എന്ത് ഉദ്ദേശത്തിൽ മൈക്കിൾ ജാക്സൺ കൊടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈക്കിൾ ജാക്സൺ ഉള്ളതിൽ ഏറ്റവും ബ്രില്യന്റ്, അവൻ ലോകം കീഴടക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷ, അതിലൊരു നെല്ലിട പോലും അദ്ദേഹം വിടാൻ തയ്യാറാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചുവെങ്കിൽ അത് പ്രൊഫഷണലിസ്റ്റ് അത് ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറയാം. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ ടീച്ചിങ് ലെവലും നിങ്ങളുടെ കുട്ടികളുടെ ഇതും നോക്കിയാൽ നിങ്ങൾക്ക് അത് വലുതായിരിക്കും. പക്ഷെ നിങ്ങളത് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ, പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോഴത്തേക്കും കാര്യങ്ങളെയും മാറിപ്പോകും. കാര്യങ്ങളുടെ ഓരോ ചലനവും, അതായത് നിങ്ങളുടെ കണ്ണിന്റെ ചലനം, മുഖത്തിന്റെ നോട്ടം, ഓഡിയൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഇത് മ്യൂസിക്കിൽ പറയുന്നതാണ്. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, പിന്നെ നിങ്ങൾ പുറത്ത് പെരുമാറുന്ന രീതി, നിങ്ങളുടെ വസ്ത്രധാരണം, ഇതെല്ലാം തന്നെ പ്രൊഫഷണലിസത്തിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും മാറ്റം വരും. ഇത്തരം രീതിയിൽ അദ്ദേഹം വളരെ വളരെ ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് എല്ലാ വിധത്തിലും മൈക്കിൾ ജാക്സന് 5 അടി കൂടുതലേ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ ആ അടി മൈക്കിൾ ജാക്സനെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് വല്ലാതെ വേദനിപ്പിച്ചു. ആ ചെറിയ പ്രായത്തിൽ, ആ കുഞ്ഞു പ്രായത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം ജീവിതത്തിന്റെ വലിയ മുന്നോട്ടുള്ള പോക്കിലൊക്കെയും അച്ഛനെതിരെ തിരികുകയും ചെയ്തു. ഇത് രണ്ട് സൈഡിൽ നിന്ന് നോക്കിയാലും ശരിയുമുണ്ട് തെറ്റുമുണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, എവിടെയെങ്കിലും വേദനിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുകയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നല്ല വേദനകൾ എന്ന് പറഞ്ഞാൽ കഠിനമായി അധ്വാനിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദനകൾ മാനസികമായിട്ട് ശാരീരികമായിട്ട് വേദനിക്കും. പക്ഷെ അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, വലിയ നിലയിലോട്ട് മാറുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ പോസിറ്റീവായിട്ട് മാറും. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് മൈക്കിൾ ജാക്സന്റെ അച്ഛൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ രണ്ട് ഭാഗത്ത് ശരിയുണ്ടോ എന്ന് കേട്ടാ ഉണ്ട്, രണ്ട് ഭാഗത്തും തെറ്റുണ്ടോ എന്ന് കേട്ടാ ഉണ്ട്. അപ്പൊ ഇങ്ങനെ മൈക്കിൾ ജാക്സന്റെ ജീവിതം മൈക്കിൾ ജാക്സന്റെ അച്ഛന്റെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി മക്കളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയും ആ മ്യൂസിക് ഗ്രൂപ്പിൽ കൂടി ഇവര് പല ഭാഗത്ത് സഞ്ചരിക്കുകയും ഓഡിയൻസ് നന്നായിട്ട് ക്ലിക്കാവുകയും അതിൽ കൂടി മെല്ലെ മെല്ലെ പല കമ്പനികളുമായിട്ട് ഇവർക്ക് ടൈപ്പ് കിട്ടുകയും അതിൽ കൂടി മൈക്കിൾ ജാക്സൺ വളരുകയും ചെയ്യുകയാണ്. ഇതിന്റെ ഫിനാൻഷ്യലും എല്ലാം അച്ഛൻ തന്നെയാണ് കണ്ടെത്തുന്നത്. ഫിനാൻഷ്യലും എല്ലാം തന്നെ എന്ന് പറഞ്ഞാൽ വലിയ ഫണ്ടൊക്കെ വന്നപ്പോൾ അച്ഛൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ നിന്ന് മുന്നോട്ട് പോകുന്ന കഥയാണ് മൈക്കിൾ ജാക്സന്റെ കഥ. ഇതിൽ നിന്ന് മുന്നോട്ടുള്ള കഥയെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഞാൻ പറയേണ്ട കാര്യമില്ല. മൈക്കിൾ ജാക്സന്റെ ജീവിതം എന്തായിരുന്നു എന്നും മറ്റെല്ലാ കാര്യങ്ങളും അദ്ദേഹം എങ്ങനെ ആയിരുന്നു എന്നും നിങ്ങൾക്കറിയാം. എങ്കിലും സൂചിപ്പിക്കുകയാണ്, അദ്ദേഹം ഹൃദയമുള്ളവനായിരുന്നു, വിശാല മനസ്കരായിരുന്നു, തനിക്ക് കിട്ടുന്ന സമ്പാദ്യത്തിന്റെ നല്ലൊരു ഭാഗം സാമൂഹിക കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നവരായിരുന്നു. എല്ലാവിധത്തിലും രോഗം ബാധിച്ചവരും തന്നെ പോലെ മാനസികമായിട്ട് പിന്നോട്ട് നിൽക്കുന്നവർക്കും ഒക്കെ അദ്ദേഹം വളരെയേറെ സാമീപ്യമായിരുന്നു, ഹെൽപ്പുമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഇന്നും ഫണ്ട് സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനത്തിന്റെ നല്ലൊരു തുക തന്നെ ഇപ്പോഴും അതിലേക്ക് മാറുന്നുണ്ട്, ഫാമിലിയിൽ പോകുന്നുണ്ട്, ചാരിറ്റി ആയിട്ടൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ആ രീതിയിൽ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെയുള്ള ആളായിരുന്നു. പക്ഷെ ഇതിനിടയിൽ അദ്ദേഹത്തിന് ഒരു വലിയ വിവാദം വന്നു ചേർന്നു. കുട്ടികളെ
മിസ്യൂസ് ചെയ്യുക. അതായത് സ്വന്തം നിലയിലുള്ള തന്നെ പെൺകുട്ടിയല്ല ആൺകുട്ടികളെ മിസ്യൂസ് ചെയ്യുകയും അതിൽ മറ്റ് ചില വിഷയങ്ങളും പറയുന്നത്. ഇത്തരം രീതിയിൽ അദ്ദേഹത്തിന് കേസ് ഉണ്ടായിരുന്നു. പലരും ഒന്ന് രണ്ടുപേര് കേസ് കൊടുത്തു. കേസ് കൊടുത്തതിന്റെ പേരിൽ കേസ് കുട്ടികൾ ജയിച്ചോ എന്ന് ചോദിച്ചോ അവരാരും ജയിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം പലർക്കും 2 കോടി രൂപ വരെ, 2 കോടി രൂപയല്ല $2 കോടി വരെ നഷ്ടപരിഹാരം അന്നത്തെ കാലത്ത് കൊടുത്തുകൊണ്ട് കേസിൽ നിന്ന് വിഡ്രോ ആവുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് അടിസ്ഥാനം പറയുന്ന ഇതിനൊന്നും തെളിവില്ല കേട്ടോ. ഇതിനൊന്നും ഇന്ന് വരെയും തെളിവില്ല. ഈ 2026 മൈക്കിൾ സിനിമ ഇറങ്ങുമ്പോൾ വരെയും തെളിവില്ല. പക്ഷെ മൈക്കിൾ ജാക്സന്റെ നെഗറ്റീവും കൂടി ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ, തെളിവില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള ഈ ആരോപണം അദ്ദേഹത്തിന്റെ കരുതൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് ശരിയായിരിക്കാൻ ഒരു സാധ്യതയില്ല. നിങ്ങളൊരു സാധാരണ സ്ഥലത്തിൽ നിന്ന് നിങ്ങളൊരു സാധാ മനുഷ്യരായിട്ട് വളർന്നു നോക്കൂ. നിങ്ങളെ ഒതുക്കാൻ കോടിക്കണക്കിന് ആൾക്കാർ കാത്തിരിക്കും. പ്രത്യേകിച്ച് തന്നെ അൺലുക്കാണ്, നിങ്ങൾ വലിയ ഇതൊന്നുമില്ല, നിങ്ങളൊരു ആഫ്രിക്കൻ ലുക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടും, കുറച്ചൊന്നല്ല ഹിമാലയത്തോളം വലിപ്പം കൂടും. അന്നത്തെ കാലഘട്ടത്തെ ആലോചിച്ചു, ഇന്നേ അതിന് വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോഴും നമ്മൾ അങ്ങനെയുള്ളവരെയൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ലോകം തന്നെയാണ് ഇപ്പോഴും. അത് നമ്മൾ ഒരിടത്ത് എല്ലാ രാജ്യത്തിനകത്തും ഉണ്ട്. അങ്ങനെയുള്ള ലോകത്ത് അന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ അത് കൂടും. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തില് അദ്ദേഹം ഇത്രയും ജനങ്ങളെ സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യൻ ഒരു കാരണവശാലും അതിന് സാധ്യതയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒതുക്കാൻ കത്തി ടെക്നിക്കലായിട്ട് ഉപയോഗിച്ച ട്രാപ്പായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൈക്കിൾ ജാക്സന്റെ ഒരു ആരാധകനെന്നല്ല, മൈക്കിൾ ജാക്സന്റെ ഫാമിലിയിൽ ഒരാളെന്നുള്ള പോലെ കാണുന്നത് കൊണ്ട് ഞാൻ അത് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മൈക്കിൾ ജാക്സനെ കുറിച്ചുള്ള ഈ ഒരു കഥ, ഈ ഒരു വിഷയം, ഇത് ഞാൻ ഇതിനകത്ത് പറയണ നെഗറ്റീവ് പറയണ ഈ ഒരു വിഷയം സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സിനിമയിൽ നിന്ന് ഇത് എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് വെച്ചാൽ അതിന് തെളിവില്ലാത്തതുകൊണ്ട് പടം ഷൂട്ട് ചെയ്തതിന് ശേഷം അത് ഒഴിവാക്കിയിട്ട് പിന്നെ റീഷൂട്ട് ചെയ്താണ് ഇപ്പൊ സിനിമ തിയേറ്ററിൽ വന്നിരിക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2 വരാനിരിക്കുന്നു. അപ്പോ ഈ രീതിയിൽ ചരിത്രമുള്ള ഒരു നെഗറ്റീവ് ചരിത്രം കൂടെ അദ്ദേഹത്തിനുണ്ട്. ഇതിന്റെ പോയിട്ടാണ് അദ്ദേഹത്തിന്റെ മൃഗസ്നേഹം. അത് ഈ പടത്തിൽ മുഴുനീളം കാണിക്കുന്നത്. അദ്ദേഹത്തിന് പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും വല്ലാത്ത സ്നേഹമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം നല്ല ക്യാഷ് സ്പെൻഡ് ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യരായിരുന്നു മൈക്കിൾ ജാക്സൺ. അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെ പല വിധത്തിലായിട്ട് റൺ ചെയ്തു പോയി. ഒരു അമാനുഷിക സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത്. പറയുന്നത് അദ്ദേഹം ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ വേദന സംഹാരി അമിതമായി കുത്തിവെച്ചു അല്ലെങ്കിൽ ബോഡിയിൽ എടുത്തു മരിച്ചു പോയതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനുണ്ടാവുന്ന ട്രാജഡികളാണ് വേദന സംഹാരി നമ്മുടെ ശരീരത്തിലോട്ട് നമുക്ക് കൂടുതൽ എടുക്കേണ്ടി വരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പോകണില്ല, എങ്കിലും ഞാൻ നിങ്ങൾ ലൈറ്റായിട്ട് സൂചിപ്പിക്കാം. നിങ്ങൾ റെഗുലറായിട്ട് മരുന്ന് കഴിച്ചു നോക്കൂ. നിങ്ങളെ ഒരു അസുഖത്തിന് സ്ഥിരമായി മരുന്ന് കഴിച്ചു നോക്കൂ. നിങ്ങളുടെ ശരീരത്തിൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഭക്ഷണം എടുക്കാൻ തോന്നില്ല. ആ മരുന്ന് വേണ്ടി വരും. അത് നിങ്ങൾക്ക് ലഹരിയായിട്ട് മാറും. അതുണ്ടെങ്കിൽ മാത്രമേ, അത് നമ്മൾ ഇന്ന് എടുക്കുന്നത് 0.3 mg ആണെങ്കിൽ അടുത്തത് 10 mg ആവും. അത് നമ്മൾ 5-6 വർഷം എടുത്തേക്കുമ്പോൾ നമുക്ക് 100 പോരാ, 200 പോരാ, 500 പോരാ. അത് നമ്മളെ ക്രമേണ ബോഡി താങ്ങൂല. അത് നമ്മൾ ഹാർട്ട് അറ്റാക്കിലോ പരാലിസിസിലോട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇരിപ്പിൽ മരിക്കാനോ മറ്റു പല കാരണങ്ങളിലോട്ടോ നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഇത്തരം രീതിയിൽ മെഡിസിൻ എടുത്താണ് അദ്ദേഹം മരിച്ചത്. പക്ഷെ ഇവിടെ പറയുന്ന രീതി വേറെയാണ്. ഞാൻ പ്രേക്ഷകരുടെ പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മെഡിസിൻ എടുക്കേണ്ടി വന്നു. ഇത് അദ്ദേഹത്തിന്റെ ജീവിത കഥയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഇൻസിഡന്റ്, പെപ്സിയുടെ പരസ്യത്തിന് വേണ്ടി ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. വളരെ വൈഡായിട്ട് മുടിയുള്ള, വളരെ തിക്നെസ് മുടിയുള്ള, വളരെ ലെവലിലുള്ളത്. എത്ര ഷോട്ട് എടുത്താലും അദ്ദേഹത്തിന് മതി വരില്ല. അദ്ദേഹത്തിന് എല്ലാം ഹൈപ്പിൽ എടുക്കണം. അങ്ങനെ പല വിധത്തിൽ അദ്ദേഹത്തിന്റെ ആ ഷൂട്ടിംഗ് സമയത്ത് ഷോട്ടുകൾ മാറ്റി എടുത്ത് 20-30 പ്രാവശ്യം എടുത്തിട്ട് അദ്ദേഹത്തിന് തൃപ്തി വരാതെ അയാളെ ഫയർ എഫക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഷോട്ട് എടുത്തു. ഹെവി ചൂടിലാണ്. ഇന്നത്തെ പോലെയല്ല അന്നത്തെ ക്യാമറകളിലോട്ട് അടിക്കുന്ന ലൈറ്റുകൾ. 1000, 2000, 3000, 5000 കണക്കിന് വാൾട്ടുള്ള ലൈറ്റ് 100 കണക്കിനാണ് അടിക്കുന്നത്. ഇന്നങ്ങനെയല്ല, നമുക്കെല്ലാം അതിന്റെ കൺട്രോളും സെൽഫ് കൺട്രോളും ഒക്കെ ഉണ്ട്. ആ അതിനകത്താണ് ഫയറിങ്. അപ്പൊ അദ്ദേഹം ഷൂട്ട് ചെയ്ത ആ സ്റ്റുഡിയോക്കകത്തുള്ള എഫക്റ്റ് ആലോചിച്ചു. ഹീറ്റ്, ആ ഹീറ്റും ഇതിന്റെ പവറും എല്ലാം കൂടെ ചേർന്നിട്ട് എന്ത് പറ്റി, അദ്ദേഹത്തിന്റെ തല തീ പിടിക്കുകയും അതായത് തല മൊത്തം തീ പിടിക്കുകയും ശരീരത്തിന്റെ മുഖമൊക്കെ വെന്തുപോവുകയും ചെയ്യുകയാണ്. ആ വെന്തുപോകുന്ന അദ്ദേഹത്തിന് പിന്നെ കയ്യിൽ ക്യാഷ് ധാരാളം ഉള്ളത് കൊണ്ട് പ്ലാസ്റ്റിക് സർജറിയും മറ്റും എല്ലാം കൂടെ ആയിട്ട് ബോഡിയുടെ സ്കിന്ന് തന്നെ മാറ്റേണ്ടി വരികയാണ്. അത് പല രീതിയിൽ. എന്നാൽ അദ്ദേഹത്തിന് തന്റെ സ്കിന്നിനോട് ചെറിയ നീരസം ഉണ്ടായിരുന്നു. കാരണം അവോയ്ഡ് അത്രയും ആയിരുന്നു.
അങ്ങനെ അദ്ദേഹം മാറി വരികയും ചെയ്യണം. ആ രീതിയിലാണ് പോകുന്നതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം പോകണം. പിന്നെ വരുന്ന ട്രാജഡികൾ ഞാൻ പറയണ്ട, പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഇതിന്റെ എല്ലാത്തിനിടയിൽ തന്റെ സംഗീതം കൊണ്ട് ലോക ജനതയെ കൈപ്പിടിയിൽ ഒതുക്കുകയാണ്. 10, 15, 20 ആൽബം. ഇന്ന് അതേ ആൽബം വർഷം തോറും 2500, 2600 കോടി ഡോളർ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അക്കൗണ്ടിലോട്ട് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പേറ്റന്റ് മുഖാന്തരം. അങ്ങനെ രീതിയിൽ അമേസിംഗ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പല വിധത്തിലുള്ള ജീവിതത്തിൽ കൂടി കടന്നു പോകുന്ന മൈക്കിൾ സിനിമ ഉണ്ട് കേട്ടോ. വളരെ എക്സലന്റ് ബ്രില്യന്റ് ഫിലിമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൈക്കിൾ ജാക്സനെ ഇഷ്ടപ്പെടണമെന്നല്ല ഞാൻ പറയുന്നത്. മൈക്കിൾ ജാക്സന്റെ സംഗീതം ഇഷ്ടപ്പെടുന്നെങ്കിൽ, മൈക്കിൾ ജാക്സന്റെ ജീവിതത്തിന്റെ പോക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അത്ര അമേസിംഗ് ആണ് ഈ പടത്തിന്റെ മേക്കിംഗ്. പിന്നെ ഇതിലൊരു പ്രശ്നം പറയാനുള്ളത്, ഇത്രയും അമേസിംഗ് മേക്കിംഗ് ആയ സിനിമ 200 മില്യൺ ഡോളർ ചെലവിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പൊ തന്നെ പടം ഏകദേശം 265 മില്യൺ ഡോളർ വാരിക്കുട്ടി കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ട് മാത്രം. അപ്പൊ പടം ഓൾറെഡി വിജയമായി കഴിഞ്ഞു. കാരണം സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഇതിന്റെ ഡബിൾ പോകും. അപ്പൊ ഈ പടം എങ്ങനെ വേലും ഒരു 300 മില്യൺ ഡോളർ എങ്കിലും ലാഭം നേടും. ഇതിനകത്ത് വരുന്ന ഒരു പ്രധാന ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമ്മളെ ഇന്ത്യൻ ചിത്രങ്ങള് ഇപ്പോഴാണ് ഇതുപോലെ മാറിക്കൊണ്ടിരിക്കുന്നത് വേൾഡ് വൈഡ് റിലീസിലോട്ട്. അത് ഇനി കൂടേണ്ടതുണ്ട്. അത് ഇന്ത്യയിലും ഇതുപോലെ കഴിവുള്ളവരുണ്ട്. പക്ഷെ ഞാൻ പ്രേക്ഷകർക്ക് പറയുന്നത്, ഇന്ത്യയിൽ കഴിവുള്ളവർ ഇതുപോലെ ഈ വിധത്തില് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിലും, അതിനനുസരിച്ച് തന്റെ പാറ്റന്റ് തന്റെ പേരിൽ എടുത്തിടാനുള്ള ബ്രില്യൻഷിപ്പ് ഉണ്ടെങ്കിലും, നാളൊരു കാലത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയും കോടികൾ ഡോളർ നേടുന്ന ലെവലിലോട്ട് മാറും. ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ഡ്രോബാക്ക് പറഞ്ഞത്. നമ്മളെ ഈ 30-40 വർഷത്തിനകത്ത് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തി യുടെ പേറ്റന്റിൽ കൂടി ഇന്നും ഈ പണം വന്നിറങ്ങുന്നുവെങ്കിൽ, നമ്മളെ സംഗീതവും ലോകവും ഒക്കെ എവിടെയാണ് ഇരിക്കുന്നത്? എന്തുമാത്രം പഴയതാണ്. പക്ഷെ എന്ത് ചെയ്താൽ അതൊരു വിഭാഗത്തിന്റെ കയ്യിൽ അടച്ചുപൂടി വെച്ച് കളഞ്ഞു. ഒരു വിഭാഗത്തിന്റെ കയ്യിൽ മാത്രം അത് പൂട്ടി വെച്ചിട്ട് അവർക്ക് മാത്രമേ അത് പഠിക്കാവൂ, അവർക്ക് മാത്രമേ സംസ്കൃതം പഠിക്കാവൂ, അവർക്ക് മാത്രമേ മ്യൂസിക് പഠിക്കാവൂ, ഇന്ന വിഭാഗത്തിന് മാത്രമേ ദൈവത്തിന്റെ തൊട്ടടുത്തുള്ള എല്ലാം ചെയ്യാവൂ, ബാക്കി ആരും ചെയ്യാൻ പാടില്ല. എന്നാൽ ആ വിഭാഗത്തിലുള്ള അല്ല മൈക്കിൾ ജാക്സൺ. വെറും ഒരു ആഫ്രിക്കൻ ലുക്കുള്ള മനുഷ്യരാണ്, ആഫ്രിക്കൻ ലുക്കുള്ളവരാണ് എല്ലാവരും. ഇത് ഞാൻ പ്രേക്ഷകർക്ക് പറഞ്ഞാണ്. അതാണ് ഒരു ഡ്രോബാക്ക്. നമ്മൾ മാറേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം രീതിയിൽ മാറി ചിന്തിച്ചാൽ മാത്രമാണ് നമ്മുടെ എല്ലാ മേഖലയും, സ്കൂളടക്കം എല്ലാ മേഖലയും അത്തരം രീതിയിൽ മാറി ചിന്തിച്ച് കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് ആ ലെവലിൽ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ജീവിതത്തിൽ കൂടി കടന്നു പോകുന്ന, ജീവിതത്തിന്റെ എല്ലാ പൊസിഷനിൽ കൂടി കടന്നുപോയ മൈക്കിൾ ജാക്സന്റെ ഈ സിനിമ ഉണ്ട് കേട്ടോ. വളരെ ഫസ്റ്റ് പാർട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ വളരെ അമേസിംഗ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ, പ്രിയ പ്രേക്ഷകരെ തിയേറ്ററിൽ തന്നെ കാണണം. നിങ്ങൾക്ക് മ്യൂസിക്കിനോട് പാഷൻ ഉണ്ടെങ്കിൽ, കർണാടിക് സംഗീതത്തിനോട് പാഷൻ ഉണ്ടെങ്കിൽ, ഹിന്ദുസ്ഥാനിയോടടുത്ത് പാഷൻ ഉണ്ടെങ്കിൽ, വെസ്റ്റേൺ മ്യൂസിക്കിനോട് പാഷൻ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഏതിനോടും, യൂറോപ്പിൽ നിന്ന് വരുന്ന വ്യത്യസ്തമായ മ്യൂസിക്കിനോട് പാഷൻ ഉണ്ടെങ്കിൽ, അത് ഏതാവട്ടെ, പോപ്പ്, ജാസ്, റാപ്പ്, ഏതിനോടും നിങ്ങൾക്ക് കലയോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ചിത്രമാണ്. ഈ 2026-ലും നിങ്ങൾ മരിച്ചു പോയാലും നിങ്ങൾ മാറ്റിവെച്ചിട്ട് പോകുന്ന സംഗീതം നിങ്ങളെ എത്ര കീഴ്പ്പെടുത്തും, ഏത് നിലയിലെത്തിക്കും, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് എങ്ങനെ വരുമാനമായി മാറും. ചിലപ്പോൾ ഞാൻ ഇന്ന് ചെയ്യണ ഈ ബ്ലോഗ് പോലും ഇപ്പൊ ആരും കണ്ടില്ലെങ്കിൽ പോലും 50 വർഷം കഴിയുമ്പോഴത്തേക്ക് എന്റെ കുടുംബത്തിന്റെ ഒരു വരുമാനം ആയി മാറിക്കൂടാന്നുമില്ല. കാരണം അത്തരം രീതിയിൽ മേക്കിംഗ് ചെയ്തെടുത്തിരിക്കുന്ന നല്ല സ്റ്റൈല ഫിലിമാണ്. തിയേറ്ററിൽ പോയി കണ്ടു കേട്ടോ. നല്ല കിടില. ഇതില് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, മൈക്കിൾ ജാക്സനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആ പയ്യൻ മൈക്കിൾ ജാക്സന്റെ ഫാമിലിയിൽ തന്നെ ഉള്ളതാണെന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടി. കാരണം ഞാനും സിനിമ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇതെങ്ങനെയാണ് ഇത്ര റിയൽ ആയിട്ട് മൈക്കിൾ ജാക്സൺ റിവേഴ്സ് ചെയ്തെടുത്തിരിക്കുന്നത്? സംഗതി അദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ള ആള് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേര് ജാഫർ ജാക്സന്റെ ഈ പെർഫോമൻസ് അസാമാന്യമാണ്. ഒപ്പം തന്നെ ജാഫർ ജാക്സന്റെ ബാല്യകാലം അവതരിപ്പിക്കുന്ന കുട്ടി ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ജാക്ക് ഫ്രൂട്ട് വളർന്ന് വലുതായി
വരുമ്പോഴത്തേക്കും വലിയ മൈക്കിൾ ജാക്സൺ. അതിന്റെ ഒരു കുട്ടിക്കാലം ഉണ്ടല്ലോ, ബേസിക് കാലം. ആ കാലം അവതരിപ്പിക്കുന്ന കുട്ടി രക്ഷയില്ല കേട്ടോ. പിന്നെ ഒപ്പം അതിനകത്തുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും അസാമാന്യ പെർഫോമൻസ് ആണ്. ഇങ്ങനെ നിറഞ്ഞാടുന്ന ഒരു ചിത്രമാണ്. നിങ്ങള് പറ്റുമെങ്കിൽ മ്യൂസിക്കിനെയും കലകളെയും സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് തിയേറ്ററിൽ വാച്ചാണ്. ഞാൻ ഇനി സിനിമയിലോട്ട് വരികയാണ്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവർ, ഈ സിനിമയുടെ കളക്ഷൻ ഇപ്പൊ എത്തിയിരിക്കുന്ന 255 മില്യണിൽ എത്തി നിൽക്കുകയാണ്. ഈ പടം എന്തായാലും ഒരു 400 മില്യൺ എങ്കിലും കളക്ട് ചെയ്യുമെന്നാണ് എന്റെ കണക്കൂട്ടൽ. സെക്കൻഡ് പാർട്ട് വരുന്നതോടുകൂടി അതൊരു 500 മില്യൺ, 900 മില്യൺ, 900 മില്യണിലെത്തി ഈ പടം എത്തും. പടത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വേണത് 200 മില്യൺ. അപ്പോ വലിയ ലാഭത്തിലോട്ട് പോകും. 900 മില്യൺ കളക്ട് ചെയ്യുവാണെങ്കിൽ 450-500 മില്യണോടും കൂടെ പ്രൊഡക്ഷൻ കമ്പനിക്ക് കിട്ടും. ഇതൊരു വലിയ വിജയമായി മാറും. പടം അങ്ങനെ തന്നെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഈ പടത്തിന്റെ കളക്ഷൻ അങ്ങനെ പോകണം. ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നവർ ഞാൻ പറയാം: ജാഫർ ജാക്സൺ, മൈൽസ് ടെല്ലർ, കോൾമാൻ ഡൊമിൻഗോ, നിയ ലോങ്, മൈക്ക് മിയോസ്, ലോറ ഹാരിയർ, കെൻഡ്രിക് സാംസൺ, ജെസിക്ക സുല, തെരേസ പാൽമീൻ, ഡോർക്ക് ലുക്കെ, ലാറ്റൻ സ്റ്റേറ്റ്, ലൈഫ് സിമോൺ, കോലിയൻ ടൂറൽ, യമലി, റിയാൻ ഹിൽ, ട്രീ ഹോട്ടർ, ഡോൺ മിറോ, ജെയിലിൻ ലൈറ്റോൺ, നദാലിൻ ലോഗൻ, ജേട്ടൻ ഹാർവില്ലി, ജുദാഹ് എഡ്വാർഡ്സ്, ജോസഫ് ഡേവിഡ്, കാറ്റിലി കീ, കെവിൻ, ജമാൽ. ഇങ്ങനെ ഒരു താരനിര തന്നെയാണ് ഈ പടത്തിൽ ഉടനീളം അഭിനയിച്ച് തിമിർത്തിരിക്കുന്നത്. ഇതിൽ ആരുടെ അഭിനയമാണ് ബെറ്റർ, ആരുടെ അഭിനയമാണ് മോശമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ പടത്തിൽ മൈക്കിൾ ജാക്സന്റെ അഭിനയത്തിനെക്കാളും ബെറ്റർ ആണെന്ന് തോന്നും മൈക്കിൾ ജാക്സന്റെ അച്ഛൻ അഭിനയിച്ചിരിക്കുന്നത്. ഇതിനെക്കാളും ബെറ്റർ ആണെന്ന് തോന്നും അദ്ദേഹത്തിന്റെ അമ്മ അഭിനയിച്ചിരിക്കുന്നത്. അതിനേക്കാളും ബെറ്റർ ആണെന്ന് തോന്നും അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ അഭിനയിച്ചിരിക്കുന്നത്. അതിനേക്കാളും ഇതിനേക്കാളും ബെറ്റർ ആണെന്ന് തോന്നും ഇവരുടെ കൂടെയുള്ള സഹതാരങ്ങൾ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ക്രൗഡ്, ഇങ്ങനെ എല്ലാ മേഖലയിലും ഒരു തീജ്വാല കൊളുത്തി വിട്ടിരിക്കുന്ന സിനിമയാണ്. മൈക്കിൾ ജാക്സൺ നമ്മളെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്റെ ബാല്യകാലത്തിൽ, എന്റെ നല്ല ടൈമിൽ 95, 2010, 90, 85, 80, 82, 83, എനിക്കൊരു 6 വയസ്സ് മുതൽ എന്റെ ഒരു 25-30 വയസ്സ് വരുന്ന 25-28 വയസ്സിനകത്താണ് മൈക്കിൾ ജാക്സന്റെ വിയോഗവും എല്ലാം സംഭവിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രെഡിക്റ്റ് ചെയ്യാത്ത ആരാധകരായിരുന്നു എന്നെ പോലെയുള്ളവർ. കാരണം എവിടെയോ കേക്ക് പലപ്പിടിക്കാൻ സംഗീതം കേൾക്കാൻ പറ്റുള്ളൂ. എന്റെ ഒരു സുഹൃത്തുള്ള എന്ന് പറയുന്നത് ഭ്രാന്താണ്. അദ്ദേഹത്തിന്റെ ഭ്രാന്തനായിരുന്നു. അദ്ദേഹം മ്യൂസിക്കില് ലോകം മൊത്തം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്, കർണാട്ടിക് മ്യൂസിക്കില്. അപ്പോ ഞാൻ അവരെയൊന്നും പേര് പറയണില്ല, ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ലല്ലോ. അപ്പോ ഇങ്ങനെ ഉള്ളതാണ് അദ്ദേഹം. അത്ര ലോകം മൊത്തം കീഴടക്കിയ ഒരു ആളുടെ ചിത്രം തിയേറ്ററിൽ വന്നപ്പോൾ കണ്ട വേറൊരു കാഴ്ച കൂടെ ഞാൻ പ്രേക്ഷകർക്ക് ഷെയർ ചെയ്യണം. പുതിയ തലമുറയിൽ 20 വയസ്സിന് താഴെയുള്ള, 20-25 വയസ്സിന് താഴെയുള്ള ധാരാളം കുട്ടികൾ ഈ സിനിമ കാണാൻ തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അവരുടെ ഒരു എക്സൈറ്റിംഗ് കാണുമായിരുന്നു, അവരുടെ ഒരു ഇമോഷണൽ പവർ കാണുന്നുണ്ട്, അവരെ ഇഷ്ടം കാണുമായിരുന്നു, അവരുടെ ഒരു ഭ്രാന്ത് അതിനകത്ത് കാണാനുണ്ടായിരുന്നു തിയേറ്ററിനകത്ത്. അപ്പൊ ഇപ്പോഴും എന്റെ ബാല്യകാലത്തിലുള്ളത് പോലെ തന്നെ പുതിയ കുട്ടികളിൽ ഇത് പൊയ്ക്കൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇദ്ദേഹത്തിനുള്ള വാല്യൂ, ഇദ്ദേഹത്തിന്റെ എഫക്റ്റ്, ഇദ്ദേഹം എങ്ങനെയാണ് ജനങ്ങളെ സ്വാധീനിച്ചിരിക്കുന്ന രീതി, അതാണ് സംഗീതം. അങ്ങനെ ആ രീതിയിൽ എല്ലാ ഇമോഷൻ കണ്ടുപോയ സിനിമയാണ് തിയേറ്ററിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങള് കാണേണ്ട ചിത്രം തന്നെയാണ് കേട്ടോ. കാണേണ്ട ചിത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ കലയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കാണേണ്ട ചിത്രം തന്നെയാണ്. ഈ പടത്തിന്റെ ഡയറക്ഷൻ അന്റോണി ഹുക്കുവ ആൻഡ് ബർബറ ലീ. പടം പല പ്രാവശ്യവും റീഷൂട്ട് ചെയ്ത പടമാണ്. രണ്ടുപേരുടെ ഡയറക്ഷൻ അമേസിംഗ് ആണ് കേട്ടോ. ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് കഴിഞ്ഞാൽ പറയാനുള്ളത് ഏറ്റവും മെയിനായിട്ട് പറഞ്ഞ ഡയറക്ഷൻ. കിടു എന്ന് പറഞ്ഞാൽ കിക്കിടു എന്ന് തന്നെ പറയേണ്ടി വരും. നല്ല അമേസിംഗ് ഡയറക്ഷൻ, നല്ല സ്റ്റൈലായിട്ടുണ്ട്. പിന്നെ അതിന്റെ റൈറ്റർ ജോൺ ലോഹന്റെ സ്ക്രിപ്റ്റ്. നമുക്ക് 2 മണിക്കൂറാണ് പടമുള്ളത്, ഇനിയും വരുന്ന പടം 2.5 മണിക്കൂറെങ്കിലും ഉണ്ടാവും. ജോൺ റൈക്കിന്റെ സ്ക്രിപ്റ്റ് നല്ല സ്റ്റൈലായിട്ടുണ്ട്. മൈക്കിൾ ജാക്സനെ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് അത്യാവശ്യ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് മറ്റു കാര്യങ്ങളിൽ നിന്ന് മാറിച്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ആ സ്ക്രിപ്റ്റ് അടിപൊളി. പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഗ്രഹാം കിങ്, ജോൺ ബ്രങ്ക, ജോൺ മഗ്ലെയിൻ. ഇവരുടെ പടം ഇത് പ്രൊഡ്യൂസ് ചെയ്യാനെടുത്ത ധൈര്യം സമ്മതിച്ചേ പറ്റൂ. പക്ഷെ മൈക്കിൾ ജാക്സന്റെ ചിത്രമല്ലേ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തപ്പോൾ അതിൻ്റെതായ കളക്ഷനും വരുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അവർക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടല്ലേ എടുത്തത്. അങ്ങനെ
അവർക്കും അഭിനന്ദനങ്ങൾ. പിന്നെ എന്റെ ക്യാമറ ഡിയോൺ ബീവേ, ഒരു രക്ഷയില്ല കേട്ടോ. എന്നാ ക്യാമറ വർക്ക്. എന്റെ കണക്കൂട്ടലൊരു 5 കോടി മുതൽ 10 കോടി രൂപ വരെയുള്ള വിലയുള്ള ക്യാമറകളിൽ പലതും, ആരീസിന്റെ ആയാലും മറ്റ് കമ്പനിയുടെ സോണിയുടെ ആയാലും അല്ലെങ്കിൽ മറ്റ് പല കമ്പനിയുടെ ക്യാമറകളിൽ 8, 10, 15 എണ്ണം ഒരേ സമയം റൺ ചെയ്തിട്ടുണ്ടാവണം. ആ വിധത്തിൽ എന്റെ ക്യാമറ മേക്കിംഗ് കിടിലമായിരുന്നു കേട്ടോ. അദ്ദേഹത്തിനും എന്റെ അഭിനന്ദനങ്ങൾ. പിന്നെ വരുന്നതിന്റെ എഡിറ്റിംഗ്, ജോൺ ഒട്ട്മാൻ, ഹാരിയുൺ കോൺറോഡ് ബഫ്, ടോം ക്രോസ്, ഇവര് 4 പേരാണ് ഈ പടത്തിന്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ എഡിറ്റിംഗ്. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ എഡിറ്റിംഗ്, സ്റ്റാൻഡേർഡ് എഡിറ്റിംഗ്. പടം മ്യൂസിക്കിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന പടമാണെന്ന് ആലോചിക്കണം. മ്യൂസിക്കും ഡാൻസിന് ഈ വളരെ കണ്ണിങ് ആയിട്ട് ചെയ്യാൻ കഴിവുള്ളവർക്ക് മാത്രമേ, അത് മ്യൂസിക്കും ഡാൻസും ഒക്കെ അറിയുന്നവർക്ക് മാത്രമേ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നല്ല എക്സലന്റ് എഡിറ്റിംഗ്, അഭിനന്ദനങ്ങൾ. പിന്നെ എന്റെ മ്യൂസിക്, ലിയർ റോസ്നർ, കൃത്യമായിട്ട് മൈക്കിൾ ജാക്സന്റെ ആൽബങ്ങളെല്ലാം എടുത്ത് അതിന് വേണ്ട പ്ലേബാക്ക് സ്കോറിങ് കൊടുത്ത്, പിന്നെ അതിന്റെ പുറകിലുള്ള ഡയലോഗിനൊക്കെ നല്ല സ്റ്റൈൽ, അനാവശ്യമായിട്ടുള്ള ഒരു ഏച്ചുകെട്ടുമില്ലാത്ത നല്ല സ്റ്റാൻഡേർഡ് മ്യൂസിക്, അഭിനന്ദനങ്ങൾ. ബഡ്ജറ്റ് 200 മില്യൺ. ഇനി ഇതിന്റെ കാലഘട്ടം 1960 to 1980 കാലഘട്ടമാണ് പടം പറയുന്നത്. 1960 to 1980 കാലഘട്ടം പടം ഫസ്റ്റ് പാർട്ട് പറയണത്. ഇനി മുന്നോട്ടുള്ളത് വരുന്നേ ഉള്ളൂ. കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് മെർസി റോൺഡ്രസ്. എന്നാ കോസ്റ്റ്യൂം ഡിസൈനിങ് എന്നറിയോ പടത്തിന്, ഒരു രക്ഷയല്ല. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം കോസ്റ്റ്യൂം ഡിസൈനിങ്. അത്ര കിടിലം കോസ്റ്റ്യൂം ഡിസൈനിങ് ആണ് ഈ പടത്തിന് വന്നിരിക്കുന്നത്. അമാനുഷിക കോസ്റ്റ്യൂം ഡിസൈനിങ്. പിന്നെ ഇതിന്റെ ആർട്ട് ഡയറക്ഷൻ ജാസൻ പരീനി, ഒളിപ്പൻ ആർട്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീൻ ബൈ സീനും എന്തുമാത്രം റിസ്ക് എടുത്തിട്ടാണ് ആ ഓരോ ഷോട്ടിനുള്ള ആർട്ട് ഡയറക്ഷൻ. പഴയ കാലഘട്ടം എല്ലാം ക്രിയേറ്റ് ചെയ്യേണ്ടി സ്റ്റൈലായിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. പിന്നെ ഈ പടത്തിൽ ആഡ് ചെയ്തിരിക്കുന്ന മ്യൂസിക്, മൈക്കിൾ ജാക്സന്റെ കാലഘട്ടത്തിൽ പോയ മ്യൂസിക് ഞാൻ പറയാം. ഗോ ടു ബി ദയർ 1972, എപ്പിക് റെക്കോർഡ്സ് 2001, ത്രില്ലർ 1982, വാൾ 1979, ബാഡ് 1987, ഡേഞ്ചറസ് 1991. ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ ഡേഞ്ചറസിലെ പാട്ടുകൾ. ഹിസ്റ്ററി 1995, ഈ പാട്ടുകൾ. ഇങ്ങനെ നിറഞ്ഞാടുന്ന ഒരു പടമാണ് മൈക്കിൾ. ഇങ്ങനെ പോകുന്ന മൈക്കിളിന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ പാർട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. സെക്കൻഡ് പാർട്ട് വരാൻ കരുതി തിയേറ്ററിൽ പോയി എല്ലാവരും സിനിമ കാണുക. നല്ല എക്സലന്റ് മൂവിയാണ്. നിങ്ങൾക്ക് കലയോട് ഇത്തിരി സ്നേഹമുണ്ടെങ്കിൽ, കലയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അൺബിലീവബിൾ. ഒപ്പം മൈക്കിൾ ജാക്സന്റെ അഴിഞ്ഞാട്ടവും ആ പടത്തിന് ചെയ്തിരിക്കുന്ന കോറിയോഗ്രാഫി ആയാലും ഡയറക്ഷൻ ആയാലും അതിന്റെ എല്ലാ മേക്കിംഗ് ലെവലായാലും എല്ലാ ടീമിനും തികഞ്ഞ അഭിനന്ദനങ്ങൾ. പടം പ്രൊഡ്യൂസ് ചെയ്തവർക്കും അതിലെ ആർട്ടിസ്റ്റുകൾക്കും ഡയറക്ടർക്കും മൊത്തം ക്രൂവിനും തികഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്ത്യയിൽ നിന്ന്, ഇപ്പോഴത്തെ ഭാരതത്തിൽ നിന്ന്, ഇന്ത്യയിൽ തന്നെ വളരെ കുഞ്ഞു സ്റ്റേറ്റായ കേരളത്തിൽ തന്നെ 14 ഡിസ്ട്രിക്റ്റ് ഉള്ള ഏറ്റവും എൻഡിലുള്ള ഡിസ്ട്രിക്റ്റായ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ നിന്ന്, അതിൽ തന്നെ നെയ്യാറ്റിൻകര താലൂക്കിൽ നിന്ന് തന്നെ പാറശാല പഞ്ചായത്തിൽ നിന്ന് നേരെ പുല്ലൂർക്കുളം വാർഡിൽ, അതായത് പരശുക്കിൽ പുല്ലൂർക്കുളം വാർഡിൽ നിന്ന് ബ്ലോഗ് ചെയ്യുന്നു. നോബക് സോളോ. എല്ലാവരും അടിച്ചു പൊളിച്ച് തിയേറ്ററിൽ പോയി മൈക്കിൾ സിനിമ കാണുക. സെക്കൻഡ് പാർട്ടിനായുള്ള കാത്തിരിപ്പോടുകൂടി സൈനിങ് ഓഫ്, നോബക് സോളോ.